2025 ജനുവരി മാസം 17-ാം തീയതി ഈ പുതിയ മാസം തന്നെ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും അല്പസമയം വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാനും സർവകൃപാലുവായ ദൈവം ഒരവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. മുഴുമഹത്വവും ഞാനിപ്പോ സർവശക്തനായ ദൈവത്തിന് കൊടുക്കുകയാണ്. വിശിഷ്യാൽ ചിക്കാഗോ പ്രെയർ ലൈൻ എന്ന ഈ മിനിസ്ട്രിയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത തിരുവനന്തപുരത്തെ പ്രിയ സുഭാഷ് പാസ്റ്റർ, അദ്ദേഹം എന്റെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹത്തിന് ഞാൻ എന്റെ നന്ദി പറയുന്നു. മാത്രമല്ല, ഇന്നത്തെ ഈ മീറ്റിംഗിന് വേണ്ടി എന്നെ ക്ഷണിച്ച പ്രിയ സുനിൽ പാസ്റ്റർക്കും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കുന്നു എന്ന കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സമയത്തെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നൽകിയിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് ലോകം പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങൾ മറിയെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നല്ല അംശം തിരഞ്ഞെടുക്കുന്ന ഈ സമയത്തെ ദൈവം വിലയേറിയ സമയമായി തന്നെയാണ് കാണുന്നത്. നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ വില കൊടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖവരെ അധികമായിട്ട് നീട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ അതിൽ ആദ്യത്തെ ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്ന്. ഒരിക്കൽ കൂടെ, നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വേദപുസ്തകം മുഴുവനായിട്ട് നമ്മളൊന്ന് പഠിക്കുമ്പോൾ ആദ്യാന്ത്യം വേദപുസ്തകത്തിലൂടെ നമ്മളൊന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന പിതാവായ ദൈവത്തിന്റെ ഒരു സ്വഭാവ സവിശേഷ ഗുണമുണ്ട്. അതത്രേ തന്റെ സൃഷ്ടികളെ അനുഗ്രഹിക്കുക എന്നുള്ളത്. അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ഹല്ലേലൂയ. നല്ല രീതിയിൽ നമ്മളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അതെ, പിതാവ് എപ്പോഴും തന്റെ സൃഷ്ടികളെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ 5-ാമത്തെ ദിവസം പിതാവായ ദൈവം സൃഷ്ടിപ്പ് നടത്തിയതിനു ശേഷം തന്റെ സൃഷ്ടികളെ നോക്കി ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തുടർമാനമായി വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വീണ്ടും വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു, ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നു, ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. തുടർന്ന് അതെ, ആ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 50-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്ത സമയത്ത് കർത്താവ് യേശു ക്രിസ്തു കൈകൾ ഉയർത്തി അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെയും മറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്നതായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ലേഖന ഭേദഭാഗം വായിക്കുന്ന സമയത്ത് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനൂടെ നമുക്ക് നൽകി പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ആ അനുഗ്രഹത്തിലാണ് നാം തുടരുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെ, എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത്? എന്തുകൊണ്ട് ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ എന്റെ സുഹൃത്തിനോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുകയായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അത് പഴയ നിയമകാലമല്ലേ. മ്യൂട്ട് ആയിപ്പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേൾക്കാമോ പാസ്റ്ററേ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. അപ്പോ ശ്രദ്ധിക്കുക, അന്നത്തെ ദൈവം തന്നെയാണ് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം തന്നെയാണ്, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ.
ആ ദൈവം തന്നെ ഇന്നും നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്നത്. തിരുവചനം പറയുന്നു, അതെ, രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം ആ കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല. ആമേൻ. അതെ, നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കരം ഒരിക്കലും കുറുകിയിട്ടില്ല. നമ്മുടെ യാചനകൾ കേൾക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ കർത്താവിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഹല്ലേലൂയ. ആ ദൈവം തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു അനുഗ്രഹം ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്തത്? ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങളെ നന്നായി മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. ഹല്ലേലൂയ. മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുക മാത്രമല്ല, അതിന് പ്രകാരം അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുക കൂടെ ചെയ്യുന്ന വ്യക്തികളായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഇസഹാക്കിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, യാക്കോബിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അവർ ദൈവത്തിന്റെ ഹൃദയത്തെ നന്നായി അറിയുന്ന വ്യക്തികളായിരുന്നു. നാമും അങ്ങനെ തന്നെയാണ്. തിരുവചനം പഠിക്കുന്നതിലൂടെയും വചനം കേൾക്കുന്നതിലൂടെയും പിതാവായ ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങളെ നന്നായി അറിയുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. പക്ഷേ അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് പിതാവായ ദൈവം ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ മേൽ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, അതെ, പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ അതിന് പ്രകാരം ക്രമീകരിക്കണം. ഹല്ലേലൂയ. അതിന് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 3-ഉം 4-ഉം വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ വ്യക്തമായിട്ട് ദൈവം അബ്രഹാമിനെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ കുറിച്ചൊരു സാക്ഷ്യം അവിടെ ഇസഹാക്കിനോട് പറയുകയാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാം സാക്ഷ്യം കേൾക്കുന്നവരാണ്. ഇവിടെ ദൈവം അബ്രഹാമിനോട് ഒരു സാക്ഷ്യം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 3-ഉം 4-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? അബ്രഹാം എന്റെ വാക്ക് കേൾക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇസഹാക്കിനോട് പറയുന്നു, അബ്രഹാം എന്റെ വാക്ക് കേൾക്കുന്ന ഒരുവനാണ്. ഹല്ലേലൂയ. അതിന്റെ 2-ാമത്തെ പോയിന്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അബ്രഹാം ദൈവത്തിന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിക്കുകയും അതിനെ ആചരിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. എനിക്ക് കേൾക്കുന്ന പ്രിയരെ, ഇവിടെ ദൈവം അബ്രഹാമിനെ കുറിച്ച് സാക്ഷി പറയുന്നു. അതുകൊണ്ട് അബ്രഹാം ചെയ്ത ഈ പ്രവർത്തികളെ മാനിച്ചുകൊണ്ട് ദൈവം അടുത്ത തലമുറകളെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അതെ, തലമുറകൾ കൈമാറി ആ ദൈവത്തിന്റെ അനുഗ്രഹം ഇതാ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ യോബിനെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ സാത്താൻ യോബിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ, സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്ന സമയത്ത് ദൈവം യോബിനെ കുറിച്ച് അവിടെ ഒരു സാക്ഷി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യോബിനെ കുറിച്ച് ദൈവം സാക്ഷി പറയുന്നത് ഇങ്ങനെയാണ്: യോബ് നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. യോബ് നേരുള്ള ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ദോഷം വിട്ടകലുന്ന ഒരു വ്യക്തിയാണ്. ദോഷം വിട്ടകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യോബ്. ഹല്ലേലൂയ. ഇവിടെ എല്ലാം നോക്കുന്ന സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഹല്ലേലൂയ, നമ്മളെ പൂർവ്വ പിതാക്കന്മാരെ കുറിച്ച് പറയുവാൻ ദൈവത്തിനൊരു സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് പറയുന്നു, അതെ, ദൈവം സാക്ഷീകരിച്ചത് ഇങ്ങനെയാണ്: അതെ, എന്റെ ഹിതം എല്ലാം ചെയ്യുന്നവനാണ്. എന്റെ ഹിതം, അതായത് ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് ഇവിടെ ദൈവം സാക്ഷീകരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. 2024 ഒരു ബൃഹത്തായിട്ടൊരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ വർഷം ദൈവത്തിന് നമ്മെ കുറിച്ച് എന്ത് സാക്ഷ്യമാണ് പറയുവാനുള്ളത്? ഹല്ലേലൂയ.
ഒരുപാട് വചനങ്ങൾ നമ്മൾ കേട്ടു, ഒരുപാട് വചനങ്ങൾ നാം മനസ്സിലാക്കി, പലപ്പോഴും ദൈവസന്നിധിയിൽ നാം ഇരുന്നോ പ്രാർത്ഥിച്ചു, അനേകം അനുഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുത്തു. എന്നാൽ ദൈവം ഈ പ്രഭാതത്തിൽ നോക്കുന്നത് അതെ അബ്രഹാമിനെ പോലെ, ഇസ്ഹാക്കിനെ പോലെ, യോബിനെ പോലെ, ദാവീദിനെ പോലെ അതെ നമ്മളെ കുറിച്ച് എന്ത് സാക്ഷ്യമാണ് ദൈവത്തിന് പറയുവാനുള്ളത്. ഹല്ലേലൂയ. പുതിയ നിയമം നോക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുന്ന ദൂതന്മാരുടെ മുന്നിൽ യേശുക്രിസ്തു നമ്മളെ കുറിച്ച് സാക്ഷി പറയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒരു ശോധന ചെയ്തു നോക്കുക. ഹല്ലേലൂയ. എന്ത് സാക്ഷ്യമാണ് ദൈവത്തിന് നമ്മെ കുറിച്ച് പറയുവാനുള്ളത്. ഹല്ലേലൂയ. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാം ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ്, അതിൻ പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്ന വ്യക്തിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കാം. ഒരു ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെ വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം തിരിച്ചൊന്നും ദൈവത്തോട് ചോദിച്ചില്ല. ദൈവമേ, ഞാൻ എങ്ങോട്ടാ പോകേണ്ട അഡ്രസ് ഒന്ന് തരാമോ എന്നൊന്നും അബ്രഹാം ദൈവത്തോട് ചോദിച്ചില്ല. കാരണം അബ്രഹാമിന് ദൈവത്തിന്റെ മനസ്സറിയാം. അബ്രഹാമിന് ദൈവത്തിന്റെ മനസ്സ് അറിയാം. അബ്രഹാമിന് ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയാം. അതെ, അബ്രഹാമിനറിയാം, വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ്, വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുന്നവനല്ല, തന്നെ വിളിച്ചിറക്കിയ ദൈവം എന്നറിയാം. ഹല്ലേലൂയ. ഒരുപക്ഷെ പലരും അന്ന് കൂടെ ഉണ്ടായിരുന്ന തന്റെ ഭാര്യ സാറ ചോദിച്ചിട്ടുണ്ടാവാം എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഒരുപക്ഷെ ലോത്ത് ചോദിച്ചിട്ടുണ്ടാവും എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അപ്പോഴെല്ലാം അബ്രഹാം പറഞ്ഞ ഒരു അഡ്രസ് ഉണ്ട്. ഹല്ലേലൂയ. അതത്ര 1-ാമത്തെ വാക്യം. അതെ, ദൈവം പറഞ്ഞ ഒരു വാക്കുണ്ട്, ദൈവം കാണിക്കുവാനിരിക്കുന്ന ദേശം. അതത്രേ അബ്രഹാമിന് അറിയാവുന്നുണ്ടായിരുന്ന അഡ്രസ് എന്ന് പറയുന്നത്. അബ്രഹാം എങ്ങോട്ടാ പോകേണ്ടതെന്ന് പലരും ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്ന ഒരൊറ്റ വാക്കാണ്, അബ്രഹാം പറയുന്ന ഒരൊറ്റ അഡ്രസ്സാണ്, അബ്രഹാം പറയുന്ന ഒരൊറ്റ വഴി ഇതേ ഉള്ളൂ, ദൈവം കാണിക്കുവാനിരിക്കുന്ന ദേശം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ ഹൃദയത്തെ അറിയുക മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കി അബ്രഹാം തന്റെ ജീവിതത്തെ ക്രമീകരിച്ചതുപോലെ നാമും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഹല്ലേലൂയ. മറ്റൊരവസരത്തിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന, പേര് പ്രത്യേകം പറയുന്നുണ്ട്, ഇസഹാക്കിനെ തന്നെ നീ കൂട്ടിക്കൊണ്ടു പോകണം. എവിടേക്ക്? മോറിയ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. മോറിയ എന്ന ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അവിടെ ഒരു മലയുണ്ട്. ആ മലയിൽ നീ ചെന്ന് നിന്റെ പുത്രനെ, നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനെ ഹോമയാഗം കഴിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് നമ്മളൊക്കെ ആണെങ്കിൽ പറയും, ഇത് ഇച്ചിരി കഠിനമായി പോയി എന്ന് പറയും. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ചില വാക്കുകൾ കേട്ട് കൂടെ ഉണ്ടായിരുന്ന ചില ശിഷ്യന്മാർ ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് തന്നെ വിട്ട് അകന്നു പോയതുപോലെ നാം ചിലപ്പോഴെങ്കിലും പറയാം, ഇത് കഠിനമായി പോയി. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാം വേറെ ഒന്നും ചെയ്തില്ല. അബ്രഹാം വേറൊന്നും ചിന്തിച്ചില്ല. എന്റെ ചിന്താഗതികൾ ശരിയാണ് എങ്കിൽ അബ്രഹാം സാറായോട് പോലും പറഞ്ഞിട്ടില്ല. അബ്രഹാം തന്റെ ബാല്യക്കാരന്മാരോട് പറഞ്ഞിട്ടില്ല, തന്റെ കൂട്ടാളികളോട് പറഞ്ഞിട്ടില്ല, തന്റെ കൂട്ടു സഹോദരന്മാരോട് പറഞ്ഞിട്ടില്ല. അവിടെ പറയുന്നു, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു. 2 പേര്, എനിക്ക് തോന്നുന്നു തനിക്ക് ഏറ്റവും വിശ്വസ്തരായ 2 പേരെ മാത്രം സെലക്ട് ചെയ്തു. അവരോട് പോലും എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞിട്ടില്ല. ഇതാ യാഗം കഴിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. പക്ഷെ വഴിയാത്രയിൽ നമ്മളെ വായിക്കുമ്പോൾ നാം ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ, നാം വളരെ ശ്രദ്ധ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അത് കീറി തുളയ്ക്കുന്ന ഒരു ചോദ്യം, ഹല്ലേലൂയ, ആ മകൻ അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാം ഒരു പക്ഷെ ആ സമയത്ത് തളർന്ന് വീണു പോകാം. ഹല്ലേലൂയ. ആ മകൻ ചോദിക്കുന്നു, അപ്പാ, വിറകും കത്തിയും അതെ തീയും എല്ലാം ഉണ്ടല്ലോ, യാഗവസ്തു എവിടെ? ഹല്ലേലൂയ. ഏതൊരു പിതാവിന്റെയും നെഞ്ചിനെ കീറി തുളയ്ക്കുന്ന ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ.
നാം ആണെങ്കിൽ വീണു പോകും. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാമിന് ദൈവത്തിന്റെ ഹൃദയത്തെ അറിയാം. ഹല്ലേലൂയ. അബ്രഹാമിന് അറിയാം, ഈ മകൻ ഇന്ന് ചാരമായി പോയാൽ തന്നെയും ആ ചാരത്തിൽ നിന്നും ഒരു പുനർജീവനം നടത്തുവാൻ കഴിവുള്ളവനാണ് എന്റെ പിതാവ് എന്ന് അബ്രഹാമിന് അറിയാം. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസമാണ് ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ അധികമായിട്ട് അബ്രഹാമിലേക്ക് വരുവാനായിട്ട് കാരണമായത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നിങ്ങൾ ഇരിക്കുന്ന ഇടിപ്പടങ്ങളിൽ നിന്നൊരു കർത്താവിന്റെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ചാരത്തിൽ നിന്ന് ഒരു ജന്മം കൊടുക്കുവാൻ കഴിയുന്നവനാണ് എന്റെ പിതാവ് എന്ന് അബ്രഹാമിന് അറിയാം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യോബിനെ ദൈവം അനുഗ്രഹിച്ചു. യോബിനെ ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെ, നാം ദൈവത്തിന്റെ ഹൃദയത്തെ അറിയുന്നവരായിരിക്കണം. നാം ദൈവത്തിന്റെ ഹൃദയത്തെ അറിയുക മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയ വിചാരപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരായിരിക്കണം. അവിടെ അത്രേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അതെ മാരി പോലെ ചൊരിയുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയൊക്കെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ദൈവം സമ്പത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കും. ദൈവം രോഗസൗഖ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. ശത്രുവിൽ നിന്ന് വിജയം നൽകി അതെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഉപരിയായിട്ട് ആത്മീകമായും നമ്മെ ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കും എന്നതിന് വേദപുസ്തകത്തിൽ അനേകം തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തി ഹല്ലേലൂയ അവൻ ഏത് മേഖലകളിലായിരുന്നാലും അവിടെ എല്ലാം അനുഗ്രഹമായിരിക്കും. അവൻ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും ഹല്ലേലൂയ അവിടെ എല്ലാം അനുഗ്രഹപ്രദമായി മാറുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ ഗ്രേസ്, ദൈവത്തിന്റെ അബണ്ടൻസ് ഓഫ് ബ്ലെസ്സിങ് എപ്പോഴും ഈ വ്യക്തികളുടെ മേലുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം. അവിടെ നോക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 45 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോസഫിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് യോസഫ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തി. ഹല്ലേലൂയ. നമുക്കറിയാം യോസഫിന്റെ ചരിത്രം മുഴുവൻ ഞാൻ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ അധ്യായം വായിക്കുമ്പോൾ അവിടെ യോസഫിനെ ഫറവോൻ മിസ്രൈമിന്റെ അധിപതിയാക്കി വെക്കുകയാണ്. ഹല്ലേലൂയ. യോസഫിനെ ഫറവോൻ മിസ്രൈമിന്റെ അധിപതിയാക്കി വെക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. വചനം പറയുന്നു അവൻ ആ സമയത്ത് വെറും 30 വയസ്സാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോസഫ്. അതുകൊണ്ട് തന്നെ താൻ സ്വപ്നം കണ്ടതുപോലെ 7 വർഷക്കാലം സമ്പൽ സമൃദ്ധിയുടെ വർഷം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം. ആ സമയത്ത് യോസഫ് വെറുതെ ഇരുന്നില്ല. ആ സമയത്ത് യോസഫ് അതെ ആ നാട് മുഴുവൻ സഞ്ചരിച്ചു. മിസ്രൈം ദേശം മുഴുവൻ സഞ്ചരിച്ചു. എല്ലാ പട്ടണങ്ങളും സഞ്ചരിച്ചു. അതെ, നേടുവാൻ സാധിക്കുന്ന, കളക്ട് ചെയ്യാൻ സാധിക്കുന്ന അത്രയും ധാന്യങ്ങൾ കളക്ട് ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ഇനി എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യോസഫ് അളന്നു തുടങ്ങി. ഹല്ലേലൂയ. യോസഫ് താൻ ശേഖരിച്ചു വെച്ച ധാന്യം അളന്നു തുടങ്ങി. പക്ഷേ തിരുവചനം പറയുന്നു അവൻ അളന്നിട്ടും അവന് അളന്ന് തീർക്കുവാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. അവൻ അളന്ന് തീർക്കുവാൻ സാധിക്കാതെ അളവ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതാണ് മക്കളെ ദൈവത്തിന്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ ഏത് മേഖലകളിലായിരുന്നാലും അവന് ശോഭിക്കുവാൻ സാധിക്കും. ഏത് മേഖലകളിൽ അവൻ കൈവച്ചാലും അവൻ അനുഗ്രഹമായിരിക്കും. അവൻ പോകുന്നിടം അനുഗ്രഹമായിരിക്കും. അവൻ വരുന്നിടം അനുഗ്രഹമായിരിക്കും. അവൻ താമസിക്കുന്ന ഭവനം അനുഗ്രഹമായിരിക്കും. അവൻ താമസിക്കുന്ന പട്ടണം അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. യോസഫ് അളന്നിട്ടും യോസഫിന് പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്റെ പിതാവ് ഇതത്രേ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അളവറ്റ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കുവാൻ
തയ്യാറായി ഇന്ന് ഈ നിമിഷവും എന്റെ പിതാവ് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല, അവന്റെ കണ്ണിന് കുരുട് ബാധിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആ പൂർവ്വ പിതാക്കന്മാരെ അനുഗ്രഹിച്ച അതേ ദൈവം തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത് ആട്ടെ. ഹല്ലേലൂയ. ഇവിടെ യോസഫ് അളന്നിട്ടും ഹല്ലേലൂയ അളവ് തീർക്കുവാൻ സാധിക്കില്ല. അത്രത്തോളം ഗ്രേസ്, അത്രത്തോളം ബ്ലെസ്സിങ് അതെ യോസഫിന്റെ മേൽ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഈ ദൈവം നമ്മെയും അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ ദൈവം നമ്മളെയും അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അളവറ്റ അനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു, അളവറ്റ അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ സാധിക്കാത്ത തരത്തിൽ, അളന്ന് തീർക്കാൻ സാധിക്കാത്ത തരത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അവിടെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ശത്രുക്കൾക്ക് അസൂയ തോന്നുന്ന തരത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ശത്രുക്കൾക്ക് അസൂയ തോന്നുന്ന തരത്തിൽ ദൈവം അവരുടെ മുന്നിൽ നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവിടെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഹല്ലേലൂയ. ആ ചരിത്രമെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ആണ്ടിൽ 100 മേനി ഫലം കിട്ടി, 100 മേനി വിളവ് ലഭിച്ചു എന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഫെലിസ്ത്യർ അവനോട് അസൂയ തോന്നി. ഹല്ലേലൂയ. യഹോവ അതെ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ശത്രുക്കൾക്ക് അസൂയ തോന്നുന്ന തരത്തിൽ ഹല്ലേലൂയ എന്റെ പിതാവ് ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചുവെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മെയും അനുഗ്രഹിക്കുവാൻ സാത്താന്യ ശക്തികൾ ദൂരെ മാറി നിന്ന് അസൂയയോടുകൂടി നമ്മെ നോക്കുന്ന തരത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഹല്ലേലൂയ ആ പാത പിന്തുടരുക. ദൈവം നൽകിയിരിക്കുന്ന പാത എന്താണ്? നമുക്ക് പൂർവ്വ പിതാക്കന്മാരുടെ പാതയെ ദൈവം നമുക്ക് മാതൃകയായി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. വചനം വായിച്ചു, വചനപ്രകാരം അവരുടെ ജീവിതത്തെ ഹല്ലേലൂയ എങ്ങനെയാണോ ദൈവസന്നിധിയിൽ അതേ പൂർവ്വ പിതാക്കന്മാർ ക്രമീകരിച്ചത്, അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാമെങ്കിൽ ഹല്ലേലൂയ അവർക്ക് അന്ന് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഇന്ന് നമുക്ക് നൽകുവാൻ ദൈവം പ്രാപ്തനാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, നാം ഭയന്നു പോകുന്ന തരത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നാം ഭയന്നു പോകുന്ന തരത്തിൽ ഹല്ലേലൂയ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നാം ഭയന്നു പോകുന്ന തരത്തിൽ ഹല്ലേലൂയ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് യേശു ക്രിസ്തു ശീമോൻ പത്രോസിന്റെ പടകിലിരുന്ന് അവിടെ കൂടി വന്ന ജനങ്ങളോട് ദൈവവചനം സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ആഴത്തിലേക്ക് വലയെറിയുക. ഹല്ലേലൂയ. കർത്താവിനറിയാം, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടിരിക്കുക, ഒന്നും കിട്ടിയിട്ടില്ല. കർത്താവിന് എല്ലാം അറിയാം. അപ്പോൾ പത്രോസ് പറയുക, വളരെ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. പക്ഷെ ഒരു കാര്യം പത്രോസ് എടുത്തു പറയുന്നുണ്ട്, നിന്റെ വാക്കിനാൽ ഞങ്ങൾ വലയെറിയാം. ഹല്ലേലൂയ. The direction from Christ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നിർദ്ദേശപ്രകാരം, യേശുക്രിസ്തു പറഞ്ഞ സ്ഥലത്ത് ഹല്ലേലൂയ പത്രോസ് വലയെറിയുവാൻ തയ്യാറായി. ഇന്ന് പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ നിർദ്ദേശപ്രകാരം, യേശുക്രിസ്തുവിന്റെ ഡയറക്ഷൻ പ്രകാരം നമ്മുടെ പ്രവൃത്തികളെ നാം ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇവിടെ കാണുന്നു, വല കീറാറായി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം പടക് നിറയ്ക്കുവാൻ ഹല്ലേലൂയ സാധിക്കാതെ അതിൽ നിറഞ്ഞ് കവിഞ്ഞ് മറ്റനേകം പടകുകളെ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം അനുഗ്രഹിച്ചാൽ ഇങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ.
അല്ലാതെ അല്പമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ ഇന്ന് നമുക്ക് കിട്ടുന്നത് പോലെയല്ല. അല്പം അനുഗ്രഹമല്ല. ഒരു വീട്, ഒരു സമ്പത്ത്, കുറച്ച് ഒരു കാറ്, ഒരു മക്കൾക്ക് നല്ല വിദ്യ, ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അതെ ഒരു ഓൾറൗണ്ട് അനുഗ്രഹമാണ്. ആത്മീകമായിട്ടുള്ള അനുഗ്രഹം, ഭൗതികമായിട്ടുള്ള അനുഗ്രഹം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മീയമായിട്ടുള്ള അനുഗ്രഹം, ഭൗതികമായിട്ടുള്ള അനുഗ്രഹം, എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാൻ എന്റെ ദൈവം ഇന്ന് തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളാണ് എങ്കിൽ ഹല്ലേലൂയ, നമുക്കറിയാം നമ്മളെല്ലാവരും മാതാപിതാക്കളാ. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ ഹല്ലേലൂയ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നേ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഹല്ലേലൂയ. അല്ല, ഭൗതികമായിട്ട് ഈ ഭൂമിയിലുള്ള ഈ മാതാപിതാക്കന്മാർ, അതായത് നമ്മുടെ മക്കൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നേ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ, ജാതികളെക്കാൾ നമ്മളെ അനുഗ്രഹിക്കുവാൻ എത്രത്തോളം ശ്രേഷ്ഠവാനാണ്. ഹല്ലേലൂയ. നാം ചിന്തിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. ഹല്ലേലൂയ. ഇവിടെ തുടർമാനമായിട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പത്രോസും കൂട്ടരും ഭയന്നുപോയി. ഹല്ലേലൂയ. ഈ പെരുത്ത മീൻകൂട്ടം കണ്ടപ്പോൾ പത്രോസും കൂട്ടരും ഭയന്നുപോയി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, അതെ, ഭയന്നു പോകുന്ന തരത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. ശത്രുക്കൾക്ക് അസൂയ തോന്നുന്ന തരത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, അളന്നിട്ടും തീരാതെ അത്രത്തോളം ഒരു അബണ്ടൻസ് ഓഫ് ബ്ലെസ്സിങ് നമുക്ക് തരുവാൻ ഹല്ലേലൂയ നമ്മുടെ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നാം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, പിതാക്കന്മാർ ചെയ്തതുപോലെ അവന്റെ ഹൃദയത്തെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തെ മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഹൃദയപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതിനെല്ലാം ഉപരിയായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന സമയത്ത് മറ്റേതൊരു അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും നല്ലതായിട്ടുള്ള ഹല്ലേലൂയ അനുഗ്രഹം അത്രേ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ട് പോയത്. ഹല്ലേലൂയ. കാരണം ഈ ലോക അന്ധകാരത്തിൽ നാം ആയിരിക്കുമ്പോൾ അലറുന്ന സിംഹം പോലെ പൈശാചികൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ നടക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക് അന്ധകാരത്തിലും വഴി തുറന്നു തരുന്ന, അന്ധകാരത്തിലും അത്ഭുത പ്രകാശത്തെ കാണിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ദാനത്തെ സ്വർഗസ്ഥനായ പിതാവ് പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം ഇല്ല. ഹല്ലേലൂയ. ഭൗതികമായുള്ള അനുഗ്രഹങ്ങളെല്ലാം ആവശ്യമാണ്. എന്നാൽ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഗ്രഹമാണ്. നമ്മെ നിത്യതയോളം എത്തിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഭൗതികമായുള്ള എല്ലാ നന്മകളും വേണം, പക്ഷെ അത് ഈ ഭൂമിയിൽ വെച്ച് തീരും. ഭൗതികമായിട്ടുള്ള നന്മകളെല്ലാം വേണം, അത് നല്ലത് തന്നെയാണ്, അത് ഈ ഭൂമിയിൽ വെച്ച് തീരും. പക്ഷെ നമ്മളെ നിത്യതയിലേക്ക് നയിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ. ഹല്ലേലൂയ. നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ അതെ ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ആ ഒരു നല്ല ദാനത്തെ പിതാവായ ദൈവം നമുക്ക് നൽകി അനുഗ്രഹിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആത്മാവ് നമ്മിൽ ഉണ്ട് എങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുവാൻ സാധിക്കത്തില്ല. കാരണം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ അവസാനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു അവസാനമായിട്ട് പറഞ്ഞ ഒരു വലിയ ദൗത്യമാണ്. തന്നെ സ്നേഹിക്കുന്ന, തന്നെ പ്രിയം വെക്കുന്ന, തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന മക്കളോട് ഉള്ള ഒരു പ്രത്യേക വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ഇത് ചെയ്യുമ്പോഴാ നിത്യതയിലേക്കുള്ള അനുഗ്രഹം, നിത്യതയിലേക്കുള്ള പ്രവേശന കവാടം നമുക്ക് വേണ്ടി ആ ഒരു വലിയ അനുഗ്രഹം. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഭൗതികമായിട്ടുള്ള നന്മകളെല്ലാം ഓക്കെ, അത് പറയുന്നത് നന്മയും കരുണയും എല്ലാം നമ്മെ പിന്തുടരുമെന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അത് പിതാവ് നമുക്ക് നൽകേണ്ട സമയത്ത് തരും. അവന്റെ ഹൃദയത്തെ നാം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാവശ്യം നാം ഒരിക്കലും വെറുതെ ഇരിക്കുവാൻ
പറ്റത്തില്ല. ഈ ഒരു വചനമുണ്ടല്ലോ, യേശുക്രിസ്തു പറഞ്ഞ ഈ വചനം, ഇതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കണം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ അനുഗ്രഹത്തെ ദൈവം നമുക്ക് നൽകുവാൻ ദൈവം ശക്തനാണ്. ഈ 2025 അനേകം അനുഗ്രഹങ്ങൾ നമ്മുടെ മുന്നിൽ നീട്ടിവെച്ചുകൊണ്ട് പിതാവ് നിൽക്കുകയാണ്. 2024 ഒരുപക്ഷെ ലഭിക്കാതെ പോയ പല അനുഗ്രഹങ്ങളും, വാഗ്ദത്തം കേട്ട് അതെ ലഭിക്കാതെ പോയ പല അനുഗ്രഹങ്ങളും നേടിയെടുക്കുന്ന ഒരു വർഷമായി ഈ 2025 തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ, ലോകത്തിൽ സുവിശേഷം അറിയിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് വേണ്ടി ബൈബിളിൽ ഉടനീളമുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ക്രിസ്തുവേശുവിൽ ആ വാഗ്ദാനങ്ങളെല്ലാം യെസ്, ഉവ്വ് എന്നാണ്. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. നമ്മളത് മനസ്സിലാക്കിയ ദൈവത്തെ സ്നേഹിക്കുകയും ആ വാഗ്ദാനങ്ങൾ നമ്മുടേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് അതിനുവേണ്ടി നിലനിൽക്കുമ്പോഴാണ് അത് നമ്മുടേതായി തീരുന്നത്. കർത്താവിന്റെ പറഞ്ഞല്ലോ, അബ്രഹാം, ഇയ്യോബ്, ദാവീദ്, ഇവരെ കുറിച്ചൊക്കെ ദൈവം പറയാണ്. ഇവരൊക്കെ ദാവീദിനെ കുറിച്ച് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ അബ്രഹാം എൻ്റെ സ്നേഹിതനാണ് എന്നൊക്കെയാണ് ദൈവം പറയുന്നത്. അത് ഈസിയായിട്ട് നാച്ചുറലായിട്ട് ഒന്നും ചെയ്യാതിരുന്നപ്പോൾ അങ്ങനെ കിട്ടിയതല്ല. എത്രമാത്രം ദൈവത്തെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവഹിതത്തിന് വേണ്ടി നിലനിന്നു എന്ന് പറയുമ്പോൾ നമ്മളതൊരു ഭംഗിവാക്കായിട്ടാണ് കാണുന്നത്. പക്ഷേ സ്വന്തം ജീവനെ പോലും, അല്ലെങ്കിൽ നമുക്ക് ദൈവഹിതമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ ആണെങ്കിൽ എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും ദൈവഹിതം നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിരിക്കുക എന്നുള്ളതാണ് സത്യം. നമ്മൾ ആഗ്രഹിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടുള്ളതായിരിക്കാം ദൈവഹിതം. നമുക്ക് അറിയാം, കർത്താവിനോട് ചെന്ന് ഞാൻ നിന്നെ അനുഗമിക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകളോടെല്ലാം അതാണ്, അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ദൈവഹിതം നമുക്കറിയാം. അബ്രഹാമിനോട് പറഞ്ഞത് എന്താണ്? ഏറ്റവും പ്രയാസമുള്ള, സ്വപ്നത്തിൽ പോലും ഒരു മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാത്തതായ ഒരു കാര്യമാണ് ദൈവം പറഞ്ഞത്. പക്ഷെ അത് ശിരസാ വഹിച്ച് അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും സ്വന്തം ഭാര്യയോട് പറഞ്ഞാൽ നമുക്ക് അറിയാം അത് സംഭവിക്കത്തില്ല എന്ന് അറിയാം. അതുകൊണ്ട് താൻ ഏറ്റവും ബുദ്ധിപൂർവ്വം ആ ദൈവത്തിന്റെ ഹിതത്തിന് വിഘാതമായിട്ട് വരുന്നതിനെ ഒന്നിനെ ഒരു വാക്ക് പോലും, അല്ലെങ്കിൽ ഒരു കാര്യം പോലും അതിന് വിഘാതം വരാൻ ഇടയാകാതെ താൻ ആ ഏകാഗ്രതയോടുകൂടി നീ പോയി ഇത് ചെയ്യ എന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അവരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി പോവുകയാണ്. എത്ര വലിയ ശക്തമായിട്ടുള്ള വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് ലോകം മുഴുവൻ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മെച്ചമായിട്ട് എങ്ങനെ കിട്ടും? ദൈവവേലയ്ക്ക് പോയാലും എന്തിനു പോയാലും അതാണല്ലോ ഇന്ന് നമ്മൾ ചുറ്റുപാടും കാണുന്നത്. വലിയ വലിയ സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്ന വലിയ നേതാക്കന്മാരാണെങ്കിലും അവർക്ക് എന്ത് ലഭിക്കും, അവർക്ക് എങ്ങനെ ലോകത്തിലെ കാര്യങ്ങൾ കൂട്ടിവെക്കാം, അതൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ എല്ലാം കർത്താവിന് വേണ്ടി എല്ലാം ത്യജിച്ച് കളഞ്ഞ വിശ്വാസ വീരന്മാരെ കുറിച്ചാണല്ലോ പ്രിയമുള്ളവരെ നമ്മൾ കേട്ടത്. ഇയ്യോബ് പറഞ്ഞ എന്താണ്? ഞാൻ ദേഹരഹിതനായി, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ദേഹരഹിതനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും, ഈ ദൈവത്തെ വിട്ട് ഞാൻ പോകുകയില്ല എന്നൊക്കെയാണല്ലോ ആ വിശ്വാസത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമുക്കുള്ള സന്ദേശം ഇതാണ്: ദൈവഹിതത്തിന് വേണ്ടി 100% നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഹിതമൊക്കെ മാറ്റിവെച്ച് നമ്മൾ പാട്ടുപാടും, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമെന്നൊക്കെ പാട്ടുപാടും. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ഹിതത്തിന് പാരലായിട്ട് വരുന്നത് വരെ നമ്മൾ ഓക്കെയാണ്. പക്ഷെ അതിന് നമ്മുടെ ഹിതത്തിന് എതിരായിട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്ന ഇതാണ്: ദൈവഹിതത്തിന്, നമ്മുടെ ഇഷ്ടങ്ങളല്ലെങ്കിലും ദൈവഹിതത്തിന് വേണ്ടി നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങളെ അതിനുവേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് എക്കാലത്തെയും കാതലായിട്ടുള്ള ചോദ്യം. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ഇന്ന് എല്ലാവർക്കും. അനുഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്കെന്ത് കിട്ടും,
എന്നുള്ളതാണ്. എന്നാൽ പൗലോസിന്റെ ഒക്കെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താണ്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന സ്വർഗസ്ഥ പിതാവ്. കർത്താവും പറഞ്ഞതാണ്, നിങ്ങൾ ചോദിക്കുന്ന നല്ല ദാനങ്ങളെ, നിങ്ങളുടെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികം നൽകും എന്ന് ഒരു സുവിശേഷത്തിൽ പറയുന്നു. വേറൊരു സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നു, തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അതിൽ കൂടി ഒരു വലിയ ഒരു സമ്മാനമില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നെങ്കിൽ അതിൽ കൂടുതൽ ഒരു വലിയ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ, അതിൽ കൂടുതൽ ഒരു സമ്മാനം ദൈവം നമുക്ക് തരാനില്ല. എന്നാൽ ഇന്ന് ആളുകൾക്ക് വേണ്ടി ആ സമ്മാനമല്ല, ലോകത്തിലെ ഓരോരോ സമ്മാനങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുകയും വാങ്ങുകയും ഒക്കെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ദേവദാസൻ പറയുന്നത് നമ്മുടെ നിത്യത, നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ച് നശിച്ചു പോകേണ്ടതായ നമ്മളെ ആ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർത്തു. അതാണ് ഏറ്റവും വലിയൊരു സമ്മാനം. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന ഈ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ബോധ്യമുള്ളവരായിട്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് തൻ്റെ ആത്മാവ് മൂലം നമ്മെ അതിനെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഷെറിൻ ജോസ് നമ്മുടെ ഈ പ്രയർ ലൈനിൽ വരികയും നമ്മുടെ തിരുവചനം സംസാരിക്കുകയും ചെയ്തല്ലോ. കർത്താവ് ധാരാളമായിട്ട് തൻ്റെ ദാസനെ ഈ ദിവസങ്ങൾ സഹായിക്കട്ടെ. കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള എല്ലാ സ്നേഹവും സന്തോഷവും പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.